ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് സുമാമ എവിടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ്. എനിക്ക് മദീനയോട് വെറുപ്പാട്, എനിക്ക് മദീനയോട് വെറുപ്പാട്. അങ്ങ് താമസിക്കുന്ന നാടിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീനയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ ഭീമാ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നിന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ. അതിനൊരു കാരണമാകണം ചെറുപ്പക്കാരാ. നീ കഅബയെ പോലെയാകണം. നിന്റെ കൂടെ നടക്കാൻ, നിന്റെ കൂടെ സഞ്ചരിക്കാൻ, നിന്റെ കൂടെ നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരണം സഹോദരാ. അങ്ങനെ ഒരു സാഹചര്യം വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ യഥാർത്ഥ മുഅ്മിനാകണം. പേര് കൊണ്ട് മാത്രം മുസ്ലിമായാ പോരാ. സിറാജ് എന്ന് പേര് വെച്ചാൽ മാത്രം മുസ്ലിമാകില്ല. താടിയുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിമാകില്ല. തൊപ്പി കിട്ടെന്ന് പറഞ്ഞ് മുസ്ലിമാവില്ല. ജീവിതം കൊണ്ട് നീ മുസ്ലിമായി മാറ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എല്ലാവരും ചോദിക്കുന്ന ഉസ്താദേ, ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഇവരെ എങ്ങനെയാണ് നന്നാക്കുന്നത്? ഇവര് എന്ത് പറഞ്ഞാണ് നന്നാക്കുന്നത്? ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് മതിമറന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലടാ. കളിച്ചും ചിരിച്ചും അടിച്ചു പൊളിച്ചും നടക്കുമ്പോ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പിലൊന്ന് നോക്കണേ. ഒരുപാട് ചിരിച്ചും കളിച്ചും ഈ മക്കാമിന്റെ പരിസരത്തുകൂടെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. എന്തിനാണ് കുല്ലുംരിഇൻ മുസബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി? എന്തിനാണ് നോക്കാൻ പറയുന്നതെന്നറിയോ? എടാ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. സർവ്വ സ്വപ്നങ്ങളും പോകുമടാ. എല്ലാ പ്രതീക്ഷകളും